നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോസിന് അത്ര വ്യൂസോ അല്ലെങ്കിൽ അത്ര റീച്ചില്ലെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. നല്ല എനിക്ക് കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യൂസ് കിട്ടും. പക്ഷെ അത് ആദ്യത്തെ ഒരു 3-4 സെക്കൻഡ് എങ്ങനെ ആൾക്കാരെ പിടിച്ചിരുത്തുന്നു എന്ന രീതിയിൽ. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഈ ബന്ധുക്കൾ പറയും ജോലിയൊന്നും ആയില്ലല്ലേ, ഓക്കെ ഇങ്ങനെ പറയും, കുത്താൻ തോന്നും. ആണ്. അപ്പൊ പഠിച്ചു വന്നതായിരുന്നു ആരുണ്ട് അവരുടെ ഒക്കെ കൂടെ കൂടിയിട്ട് അയ്യോ എന്താ അല്ലേ എന്നെ വിളിച്ചിരുത്തി. പണ്ടൊക്കെ നമ്മളെ മൈൻഡ് ചെയ്തിരുന്ന ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ, ഒരു വീഡിയോ വൈറലാകുമ്പോൾ അപ്പം മെസ്സേജ് ഇടും, നീ കാണാം ഈ വീഡിയോ ചെയ്തെന്നൊക്കെ പറഞ്ഞ്. നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോ അതേപോലെ ഡയലോഗിലും മാറ്റാതെ തമിഴ്നാട്ടിൽ കൊണ്ട് അതേണൊക്കെ ചെയ്ത സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ സിംഗിളാണ്. അതെ, അതിന്റെ ഇടയിൽ സിംഗിളാണ്. സ്വീകരിക്കാം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളുടെ ഷാലു. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അവരവരുടെ കണ്ടന്റ് ക്രിയേഷനിലൂടെ ഫേമസ് ആയി വന്ന ആളുകളാണ്. സോ ലെറ്റ്സ് വെൽക്കം അരുൺ, വിനീത് ആൻഡ് ഗിഫ്റ്റി. ഹായ്, വെൽക്കം ടു ദ ഷോ. അപ്പൊ നിങ്ങളുടെ കൂടെ വേറെ ആൾക്കാരുണ്ടല്ലോ, എന്താണ് അവരുടെ ഒക്കെ പേര്? സജിൻ, ആനന്ദും സജിനും ആണ്. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് കണ്ട റീലാണ് നമ്മുടെ ലോകയുടെ മറ്റേ സ്പൂഫ്. നിങ്ങൾ ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചെയ്തു. ചാത്തൻ്റെ അതെനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു ഇതുപോലെ ചാത്തൻ വരുന്നു. അപ്പം ഗേൾ ഫ്രണ്ടിൻ്റെ മെൻസുറൽ പെയിന് ബോയ് ഫ്രണ്ടിന് മനസ്സിലാവുന്നില്ല, അത് മനസ്സിലാക്കി കൊടുക്കുന്നു. പക്ഷെ അതിലൂടെ നിങ്ങൾ ഭയങ്കര അടിപൊളി മീൻസ് മെസ്സേജ് ആണ് കൊടുക്കുന്നത്. സോ ഇതുപോലത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റിന്റെ തല ഇതിലാരാണ്? ഓരോരുത്തരുടെ അക്കൗണ്ടിലെ വീഡിയോസ് അവർ തന്നെയാണ് എഴുതി ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്, സ്ക്രിപ്റ്റ് ആക്കിയിട്ട് പറഞ്ഞു എല്ലാവരും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എന്നാലും ഈ 1 മിനിറ്റ് റീല് കാണുമ്പോൾ എല്ലാവർക്കും ഹായ് അടിപൊളി റീലെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ ഒരു കഷ്ടപ്പാടുണ്ട്, നിങ്ങളുടെ ടൈമുണ്ട്, എഫേർട്ട് ഉണ്ട്. സോ ഇതൊക്കെ എത്ര ടൈം എടുക്കും ഏകദേശം നിങ്ങൾക്ക് ഇതൊരു സാധനമാക്കി കൊണ്ടുവരാൻ? ഈ ഇപ്പൊ പറഞ്ഞ സാധനം ചാത്തിന് 4-5 ദിവസത്തെ പാടുണ്ടായിരുന്നു. ഷൂട്ട് ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു. ഷൂട്ട് ഏകദേശം ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ. ബാക്കി എഡിറ്റിംഗ്, പിന്നെ അതിനുശേഷമുള്ള ആനിമേഷൻ, സ്ക്രിപ്റ്റിന് ഒരുപാട് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. ആരാണ് എഡിറ്റർ ഇതില്? നിങ്ങൾ തന്നെ ആണ് ചെയ്യുന്നത്? നിങ്ങൾ പുറത്ത് കൊടുക്കുന്ന പരിപാടി ഒന്നുമില്ല? ക്യാമറ നിങ്ങള്? അതെ, സ്ക്രിപ്റ്റിംഗ്, ക്യാമറ, എഡിറ്റിംഗ് എല്ലാം. അപ്പം VFX ഒക്കെ പഠിച്ച ആൾക്കാരാണെന്ന് തോന്നുന്നു. ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ ആ ചാത്തന്റെ ഒക്കെ സാധനം, മീൻസ് ആ ഒരു ബോഡി സ്വാപ്പിംഗ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ എത്ര വർഷം ഈ ഒരു മേഖല വന്നിട്ട്? വീഡിയോ ചെയ്തു തുടങ്ങിയിട്ട് ഏകദേശം 6 വർഷമായി. അപ്പൊ നമ്മുടെ ടിക്ടോക്കിന്റെ സമയത്തേ ഉണ്ട്. ഓക്കെ, അപ്പൊ ടിക്ടോക്കിലെ താരങ്ങളാണ് ഇപ്പം റീൽസിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇത് ഇപ്പൊ കുറെ കാലമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതായത് നോർമലി ഞാൻ കാണാറുണ്ട്, ചുമ്മാ ഒന്ന് തിരിയുന്നതും കറങ്ങുന്നതും ആയിട്ടുള്ള റീൽസിന് മില്യൺസ് ഓഫ് വ്യൂസ് ആണ്. നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോസിന് അത്ര വ്യൂസോ അല്ലെങ്കിൽ അത്ര റീച്ചില്ലെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് റീച്ച് വരാത്ത എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവോ? ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കുറച്ചാൾ മുമ്പാണ്, ഏകദേശം 1 വർഷമാവും. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടച്ചിലാണ് ഞാൻ ചെയ്തത്. അത് ഒരു സെയിം ഡിഫറെന്റ്, ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ടുള്ള വേർഡ് അറിയില്ല. അപ്പൊ ആ ഒരു ടൈമിൽ ചെയ്തതാണ്. അതില് കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേപ്പിനെ വെച്ചായിരുന്നു കണ്ടന്റ് വന്നിരിക്കുന്നത്. അത് ആണിനും പെണ്ണിനും ആ സെയിം ടൈം ഉണ്ടാകുമ്പോഴത്തേക്ക് സൊസൈറ്റി ട്രീറ്റ് ചെയ്യുന്നത് 2 രീതിയിലാണ്. അത് ഒരു സെയിം ടൈമിൽ ഒരു ഡിഫറെന്റ്, അത് ഞാൻ വേറെ ചെയ്ത് കണ്ടില്ല, എന്റെ അക്കൗണ്ടിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തായിരുന്നു. പക്ഷെ അതിനെനിക്ക് വേണ്ടത്ര റീച്ച് ആദ്യം കിട്ടില്ല. ഇപ്പൊ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 600-700 അതിനെ അടുപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് വേണ്ടത്ര റീച്ച് കിട്ടില്ല. അത്ര പോലും ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു. ഞാൻ എല്ലാം ക്വാളിറ്റി അല്ല, നമ്മള് ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസ് ചെയ്തതിന് അതിന് വ്യൂസ് കിട്ടിയിട്ടുണ്ട്. സോ നല്ല ക്വാളിറ്റിയിൽ വീഡിയോ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. അതൊരു കുറെ ദിവസത്തെ മെനക്കേടായിരുന്നു, അതിനെ കിട്ടിയിട്ടില്ല. അതെ, ഞാൻ ഈ ചാത്തന്റെ വീഡിയോ ആണെങ്കിലും പറഞ്ഞ പോലെ മീൻസ് 1 മില്യൺ അടുത്തുണ്ട്. പക്ഷെ എന്നാലും അതിന് കിട്ടേണ്ട ഒരു റീച്ച് അല്ല കിട്ടിയിരിക്കുന്നത്. കാരണം കുറേം കൂടി ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ളൊരു സാധനം. നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനൊരു കോൺസെപ്റ്റ് ലോക എന്ന് പറയുന്ന ഒരു ത്രെഡ് കിട്ടി. ആ ത്രെഡിൽ നിന്ന് നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്ത ആ ഒരു
ബോഡി സ്വാപ്പിംഗ് അതിലും നല്ല മെസ്സേജ് ഉണ്ടെന്ന് പറയാം. പിന്നെ ഭയങ്കര ക്രിയേറ്റീവ് ആണെന്ന് പറയാം. അപ്പോൾ നിങ്ങളെടുത്ത എഫേർട്ട് കാര്യങ്ങൾ ചില്ലറയല്ല. കാരണം എനിക്കറിയാവുന്ന ഒരു മനസ്സിലാക്കിയൊരു കേസാണ്. നമ്മൾ ഒരു ഇത്ര മിനിറ്റ് സാധനമാണെങ്കിലും ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നത് ചില്ലറ ടൈമല്ല. ഒരുപാട് ടേക്ക് നമ്മൾ എടുക്കേണ്ടി വരും. അതെ, പിന്നെ ഒന്ന് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇത് ശരിയായില്ല അത് ശരിയല്ല, പിന്നെയും ഒന്നുകൂടി കുത്തിരിക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെയൊക്കെ ഇരുന്നിട്ടും അതിന് ഒരു റീച്ച് കാര്യങ്ങളില്ലെന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അതെ 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 നല്ലോണം ചെയ്യുന്ന വീഡിയോസ് ഒന്നും കിട്ടാറില്ല. പിന്നെ അല്ലാതെ ചുമ്മാ ചില വീഡിയോസ് ഒക്കെ പെട്ടെന്ന് ഇടുന്നു, അതിനൊക്കെ പെട്ടെന്ന് തന്നെ 2-3-4-5 millions. ഓക്കെ, അപ്പം നമ്മൾ നെഗറ്റീവ് കണ്ടന്റ്സ് ചെയ്താലേ റീച്ച് ഉള്ളൂ, നമ്മൾ നല്ല ക്രിയേറ്റീവ് ആയിട്ട് ചെയ്താൽ റീച്ച് ഇല്ലെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ നമ്മൾ നല്ല രീതിക്ക് എൻഗേജിംഗ് ആയിട്ട് ആൾക്കാരെ പിടിച്ചെത്തി കഴിഞ്ഞാൽ നല്ല വ്യൂസ് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ അങ്ങനെ പറയുന്നില്ല, നല്ല രീതിക്ക് കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യൂസ് കിട്ടും. പക്ഷെ അത് ആദ്യത്തെ ഒരു 3-4 സെക്കൻഡ് എങ്ങനെ ആൾക്കാരെ പിടിച്ചിരുത്തുന്നു എന്ന രീതിയിൽ ഒരു ഹുക്ക് വേണം എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ. പക്ഷെ എല്ലാ വീഡിയോ അങ്ങനെ ചിലപ്പോൾ സക്സസ് ആവണം, നമ്മൾ ചെയ്തിട്ട് സക്സസ് ആവണമെന്നും ഇല്ല. തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെയൊക്കെ നാട് എവിടെയാണ്? ട്രിവാൻഡ്രം വർക്കല. എല്ലാവരും ട്രിവാൻഡ്രം വർക്കല ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ 6 വർഷമായി ഇത് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ തുടങ്ങിയപ്പം എന്താണ് വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന റിയാക്ഷൻ? വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ സപ്പോർട്ടായിരുന്നു വീട്ടിലെ അച്ഛനും അമ്മയും ബ്രദറാണ് നല്ല കാര്യം. എനിക്കിപ്പോ 27 വയസ്സായി. അപ്പോ എനിക്ക് ജോലി കാര്യങ്ങളില്ല, ഞാനിപ്പോ ഫുൾ ടൈം ഇതിലാണ് വർക്ക് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു സമയത്ത് എന്റെ ബ്രദറാണ് വീട് നോക്കിയത്. അപ്പോ അത്രയും സപ്പോർട്ട് ഉണ്ട് വീട്ടിൽ. നല്ല അടിപൊളി. ഓക്കെ, നോർമലി നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ പറയും പിന്നെ ജോലിക്ക് വല്ലതും പോകാൻ നോക്ക്, ഇതിന്റെ പിറകെ നടന്ന് സമയം കളയണ്ട എന്ന് പറയുന്ന ആൾക്കാരെയാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. പക്ഷേ ഇവിടെ സഹോദരൻ കുടുംബം നോക്കുന്നു, അപ്പൊ മറ്റു സഹോദരന്റെ ആഗ്രഹങ്ങൾ. അതെ, എന്റെ വീട്ടിൽ നേരെ തിരിച്ചാണ്. എന്താണ് അത് കേക്കട്ടെ? വിനീതിന്റെ വീട്ടിൽ എന്താണ് കേക്കട്ടെ? ആദ്യമൊക്കെ ഇങ്ങനെ നല്ല എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെയ്ത് വന്നപ്പം ഇപ്പം വലിയ സീനൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഈ ബന്ധുക്കൾ പറയും ജോലിയൊന്നും ആയില്ലല്ലേ, ഓക്കെ ഇങ്ങനെ പറയും, കുത്താൻ തോന്നും. ആണ്. ഓക്കെ, അപ്പൊ ഈ ബന്ധുക്കള് എന്ന് പറയുന്ന ആളുകൾ ആവശ്യമില്ലാതെ നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടല്ലേ? പിന്നെ ഉറപ്പായിട്ടും. എന്താണ് അത് പറയുമ്പോ സൗണ്ട് ഒക്കെ കുറിച്ച്? ഉറപ്പായിട്ടും. എന്താ, ബന്ധുക്കളെ പേടിയാണോ? ബന്ധുക്കളെ പേടിയൊന്നുമില്ല. നാട്ടുകാരോ? നാട്ടുകാര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. ശ്രദ്ധിക്കാൻ പോയാൽ ടൈം കിട്ടത്തുള്ളൂ. ഓക്കെ, ഇപ്പം ഇങ്ങനെ കുറ്റം പറയുന്ന ആളുകൾ തന്നെ നിങ്ങളെ ഒന്ന് കാണുമ്പം അല്ല നിങ്ങളൊന്ന് വൈറലായിട്ട് വരുമ്പം നിങ്ങളുടെ കൂടെ സെൽഫി എടുക്കാനും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാനും വരാറില്ലേ? അറിയാവുന്നവര് വരുന്നത് കുറവാണ്. അറിഞ്ഞുകൂടാത്തവരാണ് ശരിക്കും വന്ന് മിണ്ടുന്നത്. വേറൊരു സംഭവം ഉണ്ട്, അതായത് പണ്ടൊക്കെ നമ്മളെ മൈൻഡ് ചെയ്തിരുന്ന ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ, ഒരു വീഡിയോ വൈറലാകുമ്പോൾ അപ്പൊ മെസ്സേജ് ഇടും, നീ കാണാം ഈ വീഡിയോ ചെയ്തെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതായത് നമ്മുടെ മോശം സമയത്ത് വരാത്തവര് നമ്മുടെ നല്ല സമയത്ത് നമ്മളെ തേടി വരും എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആളുകൾ വരുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി എന്താണ് 3 പേർക്കും തോന്നാറ്? ആ രീതിയിൽ അങ്ങ് തള്ളിക്കളയും. അപ്പൊ നിങ്ങൾക്ക് ലൈഫിൽ നിന്ന് ചീറ്റ് ചെയ്യപ്പെട്ട അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ മോശം അവസ്ഥയിൽ നിങ്ങളെ കൈ ഒഴിഞ്ഞ അവസ്ഥ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന്? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഓ, നമ്മള് വർക്കലയിലുള്ളവർ അങ്ങനെയുള്ള ആളുകളല്ല അല്ലേ? അല്ല, പൊതുവെ ഓരോരുത്തർക്കും ഓരോ സ്റ്റോറി പറയാനുണ്ടാകും. കാരണം ഞാൻ മുമ്പും ഇന്റർവ്യൂസ് ചെയ്തവരോട് ഞാൻ ചോദിക്കുന്ന കേസാണ്, പുറകിൽ നിന്ന് ആരെങ്കിലും കുത്തിയിട്ടുണ്ടോ, എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ? കാരണം കുറെ പേർക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. കാരണം പുറകിൽ നിന്ന് കട്ടപ്പന്മാരുണ്ടാവും. ഈ കട്ടപ്പന്മാര് കുത്തി ഇട്ട് മീൻസ് അവരുടെ ആ ഒരു ഇതിൽ നിന്ന് തോൽക്കാതെ കയറി വരുന്ന പോരാളികളാണ് പല ആളുകളും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ കട്ടപ്പന്മാരൊന്നും ജീവിതത്തിലില്ല. അപ്പോൾ എനിക്കൊന്ന് വിനീതിന്റെ ബന്ധുക്കളാണ് കട്ടപ്പന്മാരെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, പറയുന്നില്ല. അപ്പം ഗിഫ്റ്റിയുടെ ഒക്കെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് അച്ഛനും അമ്മ ചേട്ടൻ എല്ലാവരും സപ്പോർട്ട് ഉണ്ട്. തുടക്കത്തിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നോ? ഞാനിപ്പോ വീഡിയോ ഞാൻ സജിന്റെ പണ്ട് വീഡിയോ എടുത്തു കൊടുക്കുന്ന പിന്നെ നോൺ വോയിസ് ചെയ്തു തുടങ്ങിയിട്ട് കുറച്ചായിട്ട്. അപ്പൊ അവർക്ക് സന്തോഷം, ഇപ്പൊ എടുത്തു തുടങ്ങാൻ ഇനി വീഡിയോ ചെയ്യുന്നില്ലേ, ഇനി അടുത്ത വീഡിയോ എപ്പോ ഇടും, ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അവർക്ക് ഭയങ്കര. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ?
വീട്ടുകാർ കാണുന്നുണ്ട്? ഇല്ല, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഓക്കെ, നമുക്ക് പിന്നെ എത്ര വർഷമായി റിലേഷൻഷിപ്പ് അരുണിന്റെ? 5 വർഷം കഴിഞ്ഞു. 1 ഇയർ ആയുള്ളൂ. 6 വർഷം. ഓ, എല്ലാരും കമ്മിറ്റഡ് ആണ്. ഓക്കെ, ഇപ്പൊ ഒരുവിധപ്പെട്ട എല്ലാരും കമ്മിറ്റഡ് ആണ്. അപ്പം നിങ്ങളുടെ റീൽസിലും കാര്യങ്ങളിലൊക്കെ ഗേൾ ഫ്രണ്ട്സ് വരാറുണ്ടോ? എന്റെ ഒരു വീഡിയോയിലുണ്ടായിരുന്നു, പക്ഷെ പുള്ളിക്കാരി വന്നിട്ട് ഇവിടെ ചാലക്കുടിയാണ്, ലോങ് ഡിസ്റ്റൻസ് ആണ്. അപ്പം പുള്ളിക്കാരിയെ കാണുന്നുണ്ടോ? ഓക്കെ, അപ്പം ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് വിഷമം തോന്നാറില്ലേ? ഉണ്ട്. അതെ, ഓക്കെ. അപ്പം എങ്ങനെയാണ് ഈ ചാലക്കുടിക്കാരീനെ ഈ വർക്കലക്കാരൻ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? ഞാൻ അങ്ങോട്ട് വരാം. ഞാനിവിടെ പഠിക്കാൻ വന്നായിരുന്നു, എറണാകുളത്ത് പഠിക്കാൻ. സിനിമ ഒരു മോഹമായിരുന്നു. പഠിക്കാൻ വന്നായിരുന്നു, സിനിമ പഠിക്കാൻ വന്നായിരുന്നു. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, പഠിപ്പിച്ച ഞാൻ പഠിച്ചില്ല. ആകെ ഇവിടെ വന്നപ്പോൾ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ അവളെ കണ്ടു. ഞങ്ങൾ രണ്ടും ടിക്ടോക്ക് വീഡിയോസ് ചെയ്യായിരുന്നു, അങ്ങനെ ഇങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ട്, പക്ഷെ അറിയില്ല, കണ്ടിട്ടുണ്ട്, വീഡിയോസ് ഉണ്ട്. സോ അങ്ങനെ ഇവിടെ വെച്ച് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ വെച്ച് കണ്ടു, സംസാരിച്ചു. പിന്നെ അരുണാണ് നടന്നത്. അതെ, അരുൺ നടന്ന് ഇപ്പൊ അവസാനം കീഴടക്കി. വീട്ടിലെല്ലാവർക്കും അറിയാം. അപ്പം തുടക്കത്തില് പ്രണയബന്ധം പിടിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അപ്പൊ എന്തായിരുന്നു വീട്ടുകാരുടെ റിയാക്ഷൻ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലേ? അതെ, നീ തോന്നുന്ന പോലെ ചെയ്യും, എന്തോ ചെയ്യും, സംഭവം സപ്പോർട്ടാണ്. ഓക്കെ, അപ്പൊ വിനീതിലോട്ട് വരാം. വിനീത് ഭയങ്കര എന്റെ ബന്ധുക്കൾ ആ പറഞ്ഞോ. ഓക്കെ, അപ്പൊ വിനീതിന്റെ 1 വർഷമായി തുടങ്ങിയിട്ടാ. ആള് വർക്കലക്കാരി തന്നെയാണ്? കോട്ടയം. ഓ, വേറെ വേറെ ഡിസ്ട്രിക്റ്റ് ആണ്. നിങ്ങള് ഡിസ്ട്രിക്ട് മൊത്തം പിടിക്കുകയാണ്. ഓക്കെ, എങ്ങനെയാണ് ഈ കോട്ടയംകാരിനെ വർക്കലക്കാരൻ കണ്ടുപിടിയത്? സത്യം പറഞ്ഞാൽ നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫ്രണ്ട്സ് ആയിരുന്നു, പിന്നെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞു, അങ്ങനെയാണ് റിലേഷൻഷിപ്പിലോട്ട്. അങ്ങനായി. വീട്ടുകാർക്ക് അറിയാം? മാത്രമല്ല, ഒരു ഇന്റർകാസ്റ്റ് ആണ്, ക്രിസ്ത്യൻ ഹിന്ദു ആ ഒരു ഇതാണ്. അപ്പൊ പിന്നെ അവരുടെ വീട്ടിലും സപ്പോർട്ടാണ്, എന്റെ വീട്ടിലും സപ്പോർട്ടാണ്. കുഴപ്പമൊന്നുമില്ല. അപ്പൊ വീട്ടിൽ പിടിച്ചപ്പോ പ്രശ്നമൊന്നുമില്ലായിരുന്നു? വീട്ടിൽ പിടിച്ചെന്നില്ല, ഞാൻ പറയണത്. അത് വളരെ നല്ല കാര്യമാണ്, വീട്ടിൽ പറയാനുള്ള ഒരു കോൺഫിഡൻസ് കാണിക്കാന്ന് പറയുന്നത്. അപ്പൊ അടുത്തെങ്ങാനും കല്യാണം ഉണ്ടോ നിങ്ങളുടെ ആരുടെയും? വീട്ടിൽ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, കല്യാണത്തിനൊക്കെ വിളിക്കണേ, നമുക്ക് സദ്യ മിസ്സാക്കാൻ വയ്യ. അപ്പൊ ഗിഫ്റ്റിലേക്ക് വരാം. അപ്പൊ ഗിഫ്റ്റിയുടെ പറഞ്ഞോ. എന്റെ ഫ്രണ്ടിന്റെ ലവറിന്റെ ഫ്രണ്ടിന്റെ ലവറിന്റെ ഓ, ഓക്കെ ഓക്കെ. നിങ്ങളുടെ ആരുടെ ഫ്രണ്ടിന്റെ അല്ലല്ലോ അല്ലേ? അല്ലല്ലോ. എന്നിട്ട് വീട്ടിലും പ്രശ്നമൊന്നുമില്ല. ഇനി പറഞ്ഞോളൂ, ഇന്റർവ്യൂ ഇറങ്ങുമല്ലോ, പറഞ്ഞോളൂ. എന്നാലും ചെറുതായിട്ട് എന്തൊക്കെയോ മോനൊരു ലൈൻ ഉണ്ടെന്നുള്ളത് അറിയാം. ഓക്കെ, ചോദിക്കാറില്ല, വീട്ടുകാർ വിട്ടു. എന്തേലും ആട്ടെ. ഇപ്പൊ ആണെങ്കിൽ പിന്നെ പെണ്ണ് കിട്ടാൻ ഭയങ്കര കഷ്ടപ്പാടാന്നാ പറയുന്നത്. അപ്പൊ ഇവര് എന്തായാലും നിങ്ങൾക്ക് പെണ്ണുണ്ടല്ലോ, എനിക്ക് പെണ്ണുണ്ടടാ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം പല ആളുകളും ഞാൻ ഇങ്ങനെ കാണും, റീൽസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ പിന്നെ സിംഗിൾ പേഴ്സൺക്ക് വിഷമിപ്പിക്കാനായിട്ട് ഈ കുറെ ഇപ്പം ഒരു റീലേ നമ്മൾ റീസെന്റ് ആയിട്ട് കണ്ടതാണ്, ഒരു പ്രാങ്ക് കോള്. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. പുള്ളിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു പുള്ളിക്കാരി. അപ്പം ആളുടെ ഉള്ളിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പ്രാങ്ക് ആയിട്ട് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ച് പറയണം അവളെ ഇഷ്ടമാണ്, എപ്പോഴാണ് പറയാൻ തോന്നിയത്. പുള്ളി ചുമ്മാ പ്രാങ്കിന് പറഞ്ഞു, അവള് പറഞ്ഞു ഞാനിത് പറയാൻ നിൽക്കുമായിരുന്നു. ഇപ്പൊ അവരെ കല്യാണം കഴിഞ്ഞു. അതെ 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 തന്നെ. അപ്പൊ കണ്ടായിരുന്നു അല്ലേ? അതുപോലെ ആ ഒരു ഇതിന്റെ താഴെ വന്ന കമ്പനി, നീ ഭാഗ്യവാനാടാ, ഞങ്ങള് സിംഗിളാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒട്ടുമിക്ക ആണുങ്ങളും സിംഗിളാണ്. നിങ്ങളോട് അസൂയൊക്കെ പെടാനുള്ള ചാൻസസ് കാര്യങ്ങളുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പറയുകയാണെങ്കിൽ ഇതിൽ ആരാണ് റൊമാൻറ്റിക് അല്ലെ കലിപ്പനാണോ? എന്താണ് അരുൺ? എന്താണ്? ഞാനിങ്ങനെ ചിക്കിച്ചക്കൻ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും, എനിക്ക് ഹരമാണ്. അതെ അതെ, പണ്ട് മറ്റേ എള്ളോളം തരി അതിന്റെ ഒക്കെ കാലം കഴിഞ്ഞു. ഇപ്പം അതെ, മെച്ചൂരിറ്റി ആൾക്കും ഉണ്ട്, അരുണും ഉണ്ട്. വിനീതിനോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല, പോസിറ്റീവ്നെസ് ഇല്ല. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇരിക്കുന്ന അതേ കണക്ക് പോണത് ഇഷ്ടം, ഇത്രയേ ഉള്ളു. ഞാൻ അവളായിട്ടൊരു 4 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. നഴ്സാണ്, പഠിച്ചോണ്ടിരിക്കും. ഓ, നഴ്സാണ്. വീട്ടിൽ ഇരുത്തൂല, ജോലിക്ക് പറഞ്ഞു വിടും. ഓക്കെ, അതെ. വിനീത് വളരെ പ്രാക്ടിക്കലായിട്ട് ആലോചിച്ച നഴ്സാണ്.
അപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ നേഴ്സുകൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. അത് ആലോചിക്കുന്ന സമയത്ത് പറഞ്ഞ അതെ 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 നേഴ്സാണ്. ഓക്കെ, നല്ല ഇൻകം ഉണ്ടാക്കും. എനിക്ക് വീട്ടിൽ ഇരുന്ന് വീഡിയോ ചെയ്താലും കുഴപ്പമില്ല. അല്ല വീട്ടിൽ ജർമ്മനി ജർമ്മനി അപ്പൊ ഞാൻ വിചാരിച്ചതിനേക്കാൾ വലിയ പുള്ളിയാണ്. സ്വപ്നം അങ്ങോട്ടേക്ക് അങ്ങോട്ട് പോയി. ഭയങ്കര ലൈഫ് പ്ലാനിങ് ആണ്. കണ്ടു പഠിക്കണം. അതെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു മൂവി ഉണ്ടല്ലോ, നമ്മുടെ ഞാൻ പ്രകാശൻ മൂവിയില്, അതില് ഫഹദ് ഫാസിലിന്റെ ഒരു ക്യാരക്ടർ ജർമ്മനി. അതെ, സലോമി ജർമ്മനി പോയി കഴിഞ്ഞാൽ ഞാനും കൂടെ വരാം. ഓക്കെ, നമ്മുടെ ഗിഫ്റ്റ് പാവാന്ന് തോന്നുന്നു കേട്ടോ, ഒരു മിണ്ടാത്ത സൈലന്റ് ആയിട്ടിരിക്കുന്ന. അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഗിഫ്റ്റിന്റെ ഗേൾഫ്രണ്ട് ആയിരിക്കും വായാടി അല്ലെ? ഗിഫ്റ്റ് സൈലന്റ് ആയത് അല്ല? നിങ്ങൾ രണ്ടുപേരും ഒരേ വേവ് ലെങ്ത് പോകുന്നവരാണ്. അല്ല, ഇതിന്റെ ഇടയിൽ അപ്പൊ നിങ്ങൾ ആരും ക്രിഞ്ചല്ല. നമ്മള് ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ട് എല്ലാം ചിന്തിച്ച്, പ്രത്യേകിച്ച് വിനീത് ഇപ്പൊ സങ്കല്പിക്കുക, ചിന്തിക്കുക. അതെ 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 തീർച്ചയായിട്ടും. ഈ പ്രണയം എന്ന് പറയുന്നതേ ഒരു ക്രിഞ്ചാണ്. അത് പലരും പറയും എന്തൊരു ക്രിഞ്ചാണ്, പക്ഷേ അല്ലെങ്കിൽ അയ്യേ ഇതെന്തോന്ന് അത് പൈങ്കിളിയാണ്. പക്ഷെ അതൊക്കെയാണ് അതിന്റെ ഒരു രസം എന്ന് പറയുന്നത് അല്ലേ? എൻജോയ് ചെയ്യുന്നവർക്ക് അറിയാം അല്ലെ? ഞാൻ സിംഗിളാണ്. അതെ, അതിന്റെ ഇടയിൽ സിംഗിളാണ്. സ്വീകരിക്കണേ സ്വീകരിക്കാം. ഞാൻ എവിടെയും ഒന്നും കൊളുത്തുന്നില്ല ഗൈസ്, ഞാൻ എന്ത് ചെയ്യാനാണ്? ഓക്കെ, അപ്പം നമുക്ക് വീഡിയോ കണ്ടന്റ് കാര്യങ്ങളിലോട്ടേക്ക് തന്നെ വരാം. അപ്പം ഈ രീതിയിൽ ടൈം കാര്യങ്ങൾ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് തെറി വിളിക്കുന്ന ആൾക്കാരുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോ അതേപോലെ ഡയലോഗിലും മാറ്റാതെ തമിഴ്നാട്ടിൽ കൊണ്ട് അതേണൊക്കെ ചെയ്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. കോപ്പി ചെയ്യും. അപ്പൊ നമുക്ക് കോപ്പിറൈറ്റ് കൊടുക്കാൻ ഓപ്ഷൻ ഒന്നുമില്ല. നമ്മുടെ ലാംഗ്വേജ് അല്ലോ, അത് അവരുടെ ലാംഗ്വേജ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാ, ഇങ്ങനെ നോക്കി ഒരു ക്രെഡിറ്റ് പോലും തരത്തില്ല. അപ്പോ നിങ്ങൾ അതിനെതിരെ റിയാക്റ്റും കാര്യങ്ങളൊന്നും ചെയ്തില്ല? ഇല്ല, നമ്മുടെ ഫ്രണ്ട്സ് കുറച്ചത് കണ്ടിട്ട് ടാഗ് ചെയ്തായിരുന്നു. മിണ്ടാൻ പോയില്ല, പറഞ്ഞിട്ട് കാര്യമല്ല. സ്മൈലി ഇട്ട് അവിടെ തീർത്തു. അങ്ങനത്തെ കുറച്ച് അങ്ങനത്തെ. പിന്നെ വേറെ കുറച്ച് നമ്മളെ വീഡിയോ തന്നെ ഡൗൺലോഡ് ചെയ്ത് വേറൊരു പേജ് എടുത്തിടും. അയ്യോ, നമ്മൾ ഇന്ന് തന്നെ ഇടുമ്പോൾ പിറ്റേ ദിവസം വേറെ കാണാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടേണ്ട റീച്ചും കൂടി അങ്ങോട്ടേക്ക് കൺവേർട്ട് ആയിട്ട് പോകും. അത് മുമ്പ് ഒരു ദിവസം ഞാൻ മുമ്പൊരു സീരീസ് ചെയ്തായിരുന്നു, തുളസി എന്ന് പറയുന്നത്, ചില കണ്ടാണ്. അപ്പൊ അതും ഞാൻ യൂട്യൂബ് ഇട്ടിട്ടില്ലായിരുന്നു, ഇൻസ്റ്റയിൽ മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഇൻസ്റ്റ ഇട്ട് തീർന്നപ്പോൾ തന്നെ അതൊരു സീരീസ് ഫുള്ള് ഷോർട്ട് ഫിലിം കിടക്കുക, അത് യൂട്യൂബിലൊക്കെ വന്നു. സോ എനിക്കത് യൂട്യൂബിൽ ഇടാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി. കോപ്പിറൈറ്റ് വരുന്ന ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് തന്നെ കോപ്പറേറ്റ് കിട്ടേണ്ട അവസ്ഥ ഭീകരമായിരുന്നു. അല്ല, നമുക്കപ്പോ ഇത് ക്ലെയിം കാര്യങ്ങളൊന്നും ചെയ്യാനോ പറ്റത്തില്ല. ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഫസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ല? ഓക്കെ, അങ്ങനെയുണ്ട്. പറയണെങ്കിൽ എന്റെ ഞാനത് കൂടെ ചെയ്തില്ലായിരുന്നു. ഞാനത് ഷോർട്ട് ഫിലിം കണക്ക് ആക്കി ഇടാം, എല്ലാം കൂടെ ഒരുമിച്ചിടാന്ന് വെച്ച് വെയിറ്റ് ചെയ്തു. ഓക്കെ, നമ്മുടെ കഷ്ടപ്പാട് മറ്റുള്ളവരുടെ അടുത്ത് യൂസ് ചെയ്യുക, അത് ഭയങ്കര വിഷമകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ടോട്ടൽ 5 മെമ്പേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മള് വിനീതും ഗിഫ്റ്റിയും പിന്നെ അരുണിനും പരിചയപ്പെട്ടു. ഇനി 2 പേരും കൂടി ഉണ്ട്. ഇയാളെ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലേ? ഇയാളാണ് ഇപ്പത്തെ റീസെന്റ് റീലിലെ ചാപ്പൻ അല്ലേ? അതെ, ഓക്കെ. പേരെന്താണ്? സജിൻ ആനന്ദ്. അപ്പം നിങ്ങൾ ഇപ്പം ഈ മേഖലയിൽ ഒരുമിച്ച് വന്നതാണോ? ഓക്കെ, അപ്പൊ അരുണിന്റെ കൂടെ ചെയ്തതാണ്. സജിനോ? അല്ല, സജിൻ. ഓക്കെ, അരുൺ. സോ ആനന്ദ്. ഓക്കെ, ഇത് കുറെ ആളുകൾ. ഓക്കെ, സജിൻ, അരുൺ, ആനന്ദ്. ഓക്കെ, ഇത് നമ്മൾ കുറെ ആളുകൾ വരുമ്പോൾ നമ്മളിങ്ങനെ കൺഫ്യൂസ്ഡ് ആയി പോകും. ഓക്കെ, എന്നാലും ഓക്കെ. എത്ര വർഷമായി? 2018 എത്ര? 3 മാസമായിട്ടുള്ളൂ. അപ്പൊ പുതിയ മെമ്പർ ആണ് നിങ്ങളുടെ കുടുംബത്തിലോട്ട്. നിങ്ങൾ വെൽക്കം ചെയ്തു. ചെറിയ പയ്യനാണ്. എന്ത് ചെയ്യുന്നേ? +2 പഠിക്കുന്ന ആളാണ്. ഓ, മൈനറാണ്. ഓക്കെ, ദുബായിലായിരുന്നു. അപ്പൊ ഇത് എല്ലാം നിർത്തി ഇപ്പൊ ഇവരുടെ കൂടെ ജോയിൻ ചെയ്തു. ഇപ്പൊ ഫുൾ ടൈം ഇവരുടെ കൂടെ ചാത്തനായിട്ട് തന്നെ വാഴാന്ന് വിചാരിച്ചത്. അല്ല, പുള്ളി ഒരു ലീവിന് വന്നതാണ്, പിന്നെ നമ്മൾ വിട്ടില്ല. നന്നായിട്ട് ചെയ്യുമായിരുന്നു, നല്ലോണം അഭിനയിക്കുമായിരുന്നു. ചെറിയ പയ്യനാണ് പുള്ളി, 10-24 വയസ്സേ ഉള്ളൂ. ചെറിയ പയ്യനാണ്. അപ്പോ ഞങ്ങള് മുമ്പ് ടിക്ടോക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളി നന്നായിട്ട് അഭിനയിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ഇപ്പൊ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു ടീം ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ വിനീതിനെയാണ് ആദ്യം കോൺടാക്ട് ചെയ്തത്. വിനീതിനെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്ക് ഫസ്റ്റ് സജസ്റ്റ് ചെയ്ത സജിന്റെ പേരായിരുന്നു. ആ സമയം പുള്ളി ഗൾഫിലായിരുന്നു. ആ ഒരു സമയത്താണ് പുള്ളി കറക്റ്റ് ആയിട്ട് ലീവിന് വന്നത്. പിന്നെ
വിട്ടില്ല, പിന്നെ കൂടെ തന്നെ ഇരുന്ന്. പിന്നെ പറഞ്ഞു അത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷെ 2 കൊല്ലം നമ്മളിങ്ങനെ അതെ എന്നിട്ട് രക്ഷപ്പെട്ടത് അല്ല രക്ഷപ്പെടുന്നുണ്ട്, കുഴപ്പമില്ല. ചെറുതായിട്ടാണെങ്കിൽ രക്ഷപ്പെടുന്നുണ്ട്. ഇപ്പം ദുബായില് എല്ലാം മതിയാക്കി ഇവിടെ വന്ന സമയത്ത് വീട്ടുകാരെന്തായിരുന്നു, വീട്ടുകാരുടെ ഒരു ഭാവം എനിക്കത് അറിയണം. കാരണം ഓരോരുത്തർ ഫസ്റ്റ് പറയും വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഭയങ്കര ഇതാ അറിയാൻ ക്യൂരിയോസിറ്റി. തിരിച്ചു പോകാൻ പറഞ്ഞ അപ്പൊ തിരിച്ചു പോകാൻ പറഞ്ഞപ്പോ എന്താണ് അരുണിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? ഞാൻ പോകരുതെന്ന് പറഞ്ഞു. അതെ അരുൺ ഇതുപോലത്തെ അരുണിന്റെ കൂടെ നടക്കുന്നോണ്ട സജിനെ നീ എപ്പിടി എത്താത്ത പറഞ്ഞില്ല ഇല്ല പറഞ്ഞില്ല ഇല്ല. അതെ അതെ ഞാൻ പോവില്ല, അങ്ങനെ പോയില്ല. അപ്പൊ അങ്ങനെ നാട്ടിൽ തന്നെ നിന്നു. ഓക്കെ, ഇപ്പം +2 ആണ് പഠിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞില്ല, +2 ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മള് കണ്ടന്റ് ക്രിയേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോ പഠിത്തത്തിന് ബാധിക്കില്ലേ? ഇല്ല, പഠിത്തമാണ് ബാധ്യത. ഇപ്പം മിക്ക ദിവസങ്ങളും വീഡിയോ എടുക്കാണ്ടെന്ന് പറഞ്ഞാൽ സ്കൂളിലൊന്നും പോകത്തില്ല. ഇല്ല, ഏതാ ഹ്യൂമാനിറ്റീസ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടാണ് ഇവിടെ. ഞാൻ വിചാരിച്ച ഹ്യൂമാനിറ്റീസ് ആയിരിക്കും ഭയങ്കര കൂളായിട്ട്. എന്തായാലും മിക്കവാറും നമുക്ക് അധികം വേഗാതെ വാക്കത്തെ കൊടുവാള് സംഭവങ്ങളായിട്ട് അരുണിന്റെ വീടിന്റെ ഫ്രണ്ടില് ഞാൻ പറഞ്ഞു അടുത്ത വീട് പെന്റാണ്. അപ്പൊ പെട്ടെന്ന് കേട്ടു. അത് മാത്രമല്ല പുള്ളി ആദ്യമായിട്ട് വീഡിയോ എടുക്കാൻ വന്നു. വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ട്യൂഷൻ ഒരു തടസ്സമാണെന്നുണ്ട്. ആദ്യം ട്യൂഷൻ കട്ട് ചെയ്തു. ഇപ്പൊ സ്കൂളിൽ പോക്കില്ല, ഇപ്പൊ ഫുൾ ടൈം വീഡിയോ എടുക്കാൻ വേണ്ടി. കാര്യം ഞങ്ങൾക്കെല്ലാം ഇതാണ് ഞങ്ങള് ഒരു ജോബാണ് കൊണ്ടുവരുന്നത്. നോക്കിയപ്പോ ഒരാൾ മാത്രം സ്കൂളിൽ പോകുന്നു പറഞ്ഞ് അപ്പൊ അത് നടക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം വീട്ടിൽ പറഞ്ഞിട്ട് സ്കൂൾ നിർത്താനുള്ള പ്ലാനിലൊക്കെയാണ് ഇപ്പൊ നിൽക്കുന്നത്. വലിയ കാര്യത്തിൽ 10th എത്ര % ഉണ്ടായിരുന്നു ഒന്നറിയാൻ? അയ്യോ അല്ല അഭിനയിക്കും, നല്ലോണം അഭിനയിക്കും. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, 1-2 റീൽസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കൊള്ളാം കൊള്ളാം. നിന്റെ ജോലിയും പോയി, നിന്റെ പഠിത്തം പോയി. അല്ല അവര് രക്ഷപ്പെടുമല്ലോ. രക്ഷപ്പെടും എന്നാണ്. അതെ, ഇന്ന് കര കയറും. അല്ല ചാത്തനായിട്ട് 10 രൂപ അറിയുന്നുണ്ടല്ലേ, അതുപോലെ ഇപ്പൊ ഞാൻ അറിഞ്ഞില്ലേ ചാത്തൻ എന്ന് പറഞ്ഞിട്ട്? ഞാൻ അറിഞ്ഞില്ലേ സജിനെ? അല്ല പുതിയ അടുത്ത എപ്പിസോഡിൽ വരാതിരിക്കുന്ന ഭൂതവും പ്രേതവും ഭൂതം പ്രേതമാണ്. അപ്പൊ നിങ്ങളെല്ലാം വെൽ പ്ലാൻഡ് ആണ്. അതൊരു കുറച്ച് എപ്പിസോഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ പുതിയ മെമ്പർ ആണ് ആനന്ദ്. ആനന്ദിന് എന്താ തോന്നുന്നത് ഇവിടെ ടീമിന്? രസമുണ്ട്. പഠിക്കൊന്നും വേണ്ട, സ്കൂളിൽ പോകണ്ട. അപ്പൊ ഗേൾഫ്രണ്ട് ഒന്നും അല്ലേ? ഞാൻ +2 ഞാൻ മിണ്ടാൻ പാടില്ല. ഇപ്പൊ വീട്ടുകാര് ഇവരെ പോലെ അല്ല. ഞാനെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാലേ അപ്പൊ ഒന്നാമതേ ചെറുക്കൻ വഴി തെറ്റിപ്പോയി. ഇനി അതിന്റെ ഇടയിൽ ഇനി റിലേഷൻഷിപ്പ് ഇല്ല സപ്പോർട്ടാണ്. ഗേൾഫ്രണ്ട്സ് ഒന്നുമില്ല. ആരാധികമാർ ഇപ്പൊ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോ അറിഞ്ഞപ്പോ ആരാധികമാരൊന്നുമില്ലേ? ഇല്ലേ? കൊള്ളാം. എടാ ആനന്ദ്, നിന്റെ വീഡിയോ ഞാൻ കണ്ടു, കൊള്ളാം അന്ന് പറയും. ഞാൻ കണ്ടായിരുന്നു കേട്ടോ, ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയുന്നുണ്ട്. ആരാധികമാരുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ആരാധികമാരുണ്ടെന്നാണ്. ഉണ്ട്, സജിനും ഉണ്ട് ആരാധികമാര്. എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അറിയണ്ട. അപ്പം പിന്നെ നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടോ? എന്റെ അമ്മേ, എന്താല്ലേ കമ്മിറ്റഡ് ആണ്. അത് വീട്ടിൽ പറയാൻ പാടുള്ളൂ. ആളെന്ത് ചെയ്യുന്നു? ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ കുറച്ച് മിണ്ടാതിരിക്കുന്നതായിരിക്കും. പിന്നെ സജിന്റെ ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ലത്. ഓക്കെ, നമ്മൾ എന്തിനാണ് വെറുതെ ഒരാളുടെ കുടുംബം ഇങ്ങനെ കിടന്ന് കലക്കുന്നത്? അതെ വേണ്ട കലക്കേണ്ട കാര്യമല്ല. ഓക്കെ, ഇപ്പം ഓക്കെ. അപ്പൊ ആനന്ദില് എന്റെ പൊന്നെ ആനന്ദ് ഫുൾ A+ 10 വാങ്ങിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. അതെ, ഭയങ്കര ഹാപ്പിയാണ്. എന്നാലും നമുക്കൊരു ഡിഗ്രിയിലും വേണ്ടേ? നമ്മള് കുത്തിരുന്ന് പഠിച്ചിട്ടാണ് ഫുൾ A+ പഠിച്ചത്? അതോ നമ്മളെങ്ങനെ പെട്ടെന്ന് പഠിച്ചാൽ മനസ്സിലാവുന്ന കൂട്ടത്തിലാണോ? ലാസ്റ്റ് ആകുമ്പോ എല്ലാം ലാസ്റ്റിന് വെച്ചേക്കാം. +2 ആണ്. ഏത് കമ്പ്യൂട്ടർ സയൻസ്? ഏതാ CPC ആണ്? സ്റ്റേറ്റ് ആണോ? സ്റ്റേറ്റ് ആണ്. ആ, എല്ലാം കണക്കാ, മാത്സ് ആണ്. ഓക്കെ, അപ്പം ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് ഏതാ? ചോദിച്ചറിയാണല്ലോ. ഫിസിക്സ് ആണ്. മറ്റേ എന്തോ ഫിസിക്സ് റിലേറ്റഡ് എന്തൊക്കെയോ തിയറീസ് ഉണ്ടായിരുന്നല്ലോ. മറ്റേ എന്തായിരുന്നു നമ്മുടെ ന്യൂട്ടൺ തിയറിയോ? എന്തൊക്കെയോ തിയറി ഉണ്ടല്ലോ, ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റിയ തിയറി ഉണ്ട്. പിന്നെ എനിക്ക് വലിയ അറിവൊന്നും അതിനെപ്പറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ
കൊമേഴ്സ് എടുത്തത്, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. നമ്മളെല്ലാരും കമ്പ്യൂട്ടർ സയൻസ് ആണ്. നിങ്ങളെല്ലാം കമ്പ്യൂട്ടർ അത് പറയും കമ്പ്യൂട്ടർ സയൻസ് എടുത്തതുകൊണ്ടാണ് ഈ VFXും കാര്യങ്ങളിലും. അല്ല, എഡിറ്റിംഗിന് ഇവരുടെ കൂടെ കൂടാറുണ്ടോ? എഡിറ്റിംഗ് ഒക്കെ അറിയോ? അവന്റെ വീഡിയോ അവൻ തന്നെ ചെയ്യുന്നത്. എല്ലാം ചെയ്യുന്നത് ഓരോരുത്തരുടെ അക്കൗണ്ട് ഇടുന്ന വീഡിയോ, സ്ക്രിപ്റ്റിംഗ് ആയാലും എഡിറ്റിംഗ് ആയാലും ഡയറക്ഷൻ ആയാലും എല്ലാം നമ്മൾ തന്നെയാണ്. ഓരോരുത്തരുടെ അക്കൗണ്ടിൽ വീടുന്ന വീഡിയോസ് എല്ലാം അവരവർ തന്നെയാണ് ചെയ്യുന്നത്. അവരവർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവന്റെ അക്കൗണ്ടിലും എന്റെ ആയാലും എല്ലാം അവരവർ പെട്ടെന്ന് പഠിക്കും. അതൊക്കെ മനസ്സിലായി. ഫുൾ A+ മേടിച്ചാണല്ലോ, അപ്പൊ തീർച്ചയായിട്ടും എഡിറ്റിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാറുണ്ട് എല്ലാം. അതെ. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലെ കുഞ്ഞുവാവയാണ് ആനന്ദ്. ഓക്കെ. വർക്കലയിൽ തന്നെയാണോ പഠിക്കുന്നൊക്കെ? നെയ്ബേഴ്സ് ആണ്. ഓക്കെ. അപ്പൊ ആ ഒരു ഐക്യം ഉണ്ടാവും. അപ്പൊ എന്തായാലും നാട്ടുകാർ അധികം കുറ്റം പറയാൻ പറ്റില്ല, കാരണം നെയ്ബേഴ്സ് തന്നെയാണ് ഒരു കമ്പനി ആയിട്ട് ഒരു ഗ്യാങ് ആയിട്ട് വന്നേക്കുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇവരൊക്കെ തന്നെ ഒരു കൂട്ടാണല്ലോ എന്നുള്ള മട്ടിൽ വരും. ഓക്കെ. അപ്പം ബന്ധുക്കളുടെ കാര്യത്തിലോട്ട് വരാണ്. വിനീതിനെ പോലെ ബന്ധുക്കളുടെ വല്ല ഇതുണ്ടോ? മൈൻഡ് ചെയ്യത്തില്ല. ഓക്കെ. ആണ് ബന്ധുക്കള് തീർച്ചയായിട്ടും ഉണ്ടാവണം. ആനന്ദിന് പ്രത്യേകിച്ചുണ്ടാവണം. +2 നല്ലൊരു ചെറുക്കനായിരുന്നു, പഠിച്ചു വന്നതായിരുന്നു. ആരുണ്ട് അവരുടെ ഒക്കെ കൂടെ കൂടിയിട്ട് അയ്യോ എന്താ അല്ലേ. അല്ല രസമാണല്ലോ നമുക്ക്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആരെയും എയർലാക്കും. ഒന്നെങ്കിൽ ഞാൻ എയർലാവും, അല്ലെ നിങ്ങൾ ആരെയും ഞാൻ എയർലാക്കിയിരിക്കും. അതെന്റെ ഒരു ഇതാണ്. ഈ കൂട്ടത്തിൽ പാട്ടൊക്കെ പാടുന്ന ആരെങ്കിലും ഉണ്ടോ? പാട്ടൊക്കെ പാടുന്ന ആരെങ്കിലും ഉണ്ടോ? ആരും പാടുവോ? കളിയാക്കാൻ വേണ്ടിയാ? ബാത്റൂം സിംഗർ ആണോ? ബാത്റൂം സിംഗറും അല്ല, ഞാൻ പാട്ടേ പാടാറില്ല, എനിക്ക് പാട്ടോടെ അറിയില്ല. ഇല്ല, നമുക്ക് അഭിനയിക്കാനും എഡിറ്റ് ചെയ്യാനും സ്ക്രിപ്റ്റ് എഴുതാനും ഒക്കെ അറിയത്തുള്ളൂ. ഇപ്പം ഞാൻ അരുണിന്റെ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട റീലായിരുന്നു. നമ്മുടെ അതായത് ഹണി ട്രാപ്പ് ഒരു സംഭവം ചെയ്തത്. അതായത് എന്താ, കാമുകി വന്നിട്ട് നീ എനിക്ക് എക്സ് കാമുകി വന്നിട്ട് പറയുന്നു നീ എനിക്ക് ഇത്ര പൈസ തരണം, ഇല്ലെങ്കിൽ ഇതാവുന്നു. ആ ലൈവ് ഇട്ട കോൺസെപ്റ്റ് അത് ഭയങ്കര അടിപൊളിയാണ്. കാരണം നമ്മൾ ചിലർ ചിന്തിക്കാതെ, ചിലർ പാനിക്കായിട്ട് ആ അവസ്ഥയിൽ നിൽക്കുന്നതാണ്. പക്ഷെ ആ അവസ്ഥയിൽ എങ്ങനെ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെ പോകുന്ന ആളുകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം കുറേ പേർക്ക് ഒരു മെസ്സേജും കൂടിയാണ് നിങ്ങളുടെ പല റീൽസും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? അതിപ്പോ നമ്മളിപ്പം സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങളില്ലേ, സീരിയസ്ലി എന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു പുരുഷപക്ഷം നിറഞ്ഞ ഇപ്പൊ അങ്ങനെയായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോ ഒരു ലാസ്റ്റ് റീല് സ്ത്രീകളുടെ പക്ഷം ചേർന്നാണല്ലോ. അല്ല, ഞാൻ കോമൺ ആയിട്ട് സംസാരിക്കുന്നത്. അപ്പൊ അതിനകത്ത് പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാറുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാറുണ്ട്. ഒരേ കാര്യം പറയുമ്പോൾ പക്ഷെ കൂടുതലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് സ്ത്രീകളെ ആയിരിക്കും. ഒരു കാര്യം ആണും പെണ്ണും ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് സ്ത്രീകളെ ആയിരിക്കും. അപ്പൊ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട്. അപ്പൊ നിങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാള്, അപ്പൊ ആ രീതിയിലാണ് ഞാൻ ആദ്യം വീഡിയോ ചെയ്ത് തുടങ്ങിയത്. ആ ഒരു ഐഡിയയിലാണ് ഇപ്പോഴും ചെയ്യുന്ന വീഡിയോസിൽ ചെറുതായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് ആ വീഡിയോ ചെയ്തത്. അപ്പം ഇപ്പൊ ഇടയ്ക്ക് വെച്ച് കുറെ കേസുകളും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പൊ അതെല്ലാം ബേസ് ചെയ്തിട്ട് ഇങ്ങനെയൊന്ന് ആലോചിച്ചു ഒരു കണ്ടന്റ് എഴുതി, അത് 3-4 ദിവസം കൊണ്ട് എഴുതി അങ്ങനെ എടുത്തതാണ്. ഓക്കെ. അപ്പൊ സത്യം പറഞ്ഞാല് വളരെ ക്രിയേറ്റീവായി തിങ്ക് ചെയ്യുക, അതിൻ്റെ പുറകെ നടക്കുക, അതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള പരിപാടിയാണ്. പുറമെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്ക് കാണുമ്പോൾ അത് 1 മിനിറ്റ് റീലാണ്, കണ്ട് ആസ്വദിച്ച് ലൈക്ക് ചെയ്ത് അവരങ്ങ് പോകും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട്, കാര്യങ്ങൾ, ഇനിയും നിങ്ങൾ ലൈഫിൽ എല്ലാവരും സക്സസ് ആവട്ടെ. പിന്നെ സജിനാണേലും അരുണാണേലും ആനന്ദാണേലും വിനീതാണെങ്കിലും ഗിഫ്റ്റ് ആണേലും എല്ലാവരും ലൈഫിൽ സക്സസ് ആവട്ടെ, ഉയരങ്ങളിലെത്തട്ടെ. പിന്നെ മിനി സ്ക്രീനിലും കാണാൻ പറ്റട്ടെ. കാരണം വളരെ കഴിവുള്ള ആളുകളാണ് ഇവർ. അപ്പം ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തും. ആൻഡ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? സന്തോഷം. ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പറയാനുള്ള ഞങ്ങൾക്ക് അങ്ങനെ പറയാനുള്ള ഇതൊന്നുമില്ല. നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്താനും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇതേ ഉള്ളൂ. പ്രീ പ്ലാൻഡ് നമ്മള് പ്ലാൻ ചെയ്താണെല്ലാം ചെയ്യുന്നത്. അപ്പം റിയൽ ലൈഫിൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ സംസാരിച്ചൊന്നും വരില്ല. അപ്പം സ്ക്രിപ്റ്റ് എഴുതി അത് അഭിനയിച്ച് കാണാതെ അത് മാത്രമേ നമ്മളെ കൊണ്ട് ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ പറ്റുന്നുള്ളൂ. ഒരു സ്റ്റേജ് ഫിയറും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ. അല്ല, ഇപ്പം നിങ്ങൾ ഇവിടെ ഒരു ഇന്റർവ്യൂ ഫ്ലോറിൽ വന്നിരുന്ന് ഇന്റർവ്യൂ തരുമ്പോൾ ആ ഒരു ഇന്റർവ്യൂവിന് നിങ്ങളെ വിളിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടാവണം.
നീ ലക്കിയാണ്, 3 മാസം കൊണ്ട് ഇന്റർവ്യൂ ഫ്ലോറിൽ വന്നിരിക്കാൻ ഭാഗ്യം കിട്ടിയവനാണ് നീ. 6 വർഷമായിട്ട് നമ്മളവിടെ നിൽക്കുന്നുണ്ട്. അതെ 7 കൊല്ലായി എന്റെ ദുബായ് ജോലിയും പോയി. മറ്റേ എനിക്ക് ആളെ കറക്റ്റ് ആളുടെ ഒരു സിറ്റുവേഷൻ റിലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മറ്റേ പുലിവാൽ കല്യാണത്തിലെ മറ്റേ മണവാളൻ, അയ്യോ ഒട്ടകത്തിന്റെ പാൽക്കറത്തുണ്ടാക്കി ആ അവസ്ഥയിൽ ഇരിക്കുന്ന പോലെ. ഇനി ദുബായിലോട്ട് തിരിച്ചോണം തോന്നുന്നുണ്ട്, അത് എവിടെ തന്നെ നിൽക്കുന്നതാണ് അടിപൊളി. നല്ലതായിരിക്കും എനിക്കിപ്പോ തോന്നുന്നു. കണ്ടോ ഇത്രയും വർഷം കൂടെ നിന്ന് ഇത്രയും ഇതാക്കി. അല്ല ഇത്രയും കഷ്ടപ്പെട്ട് അതെ 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 അത്രയും കഷ്ടപ്പെട്ട് നീ നിക്കണ്ട, നീ ഇപ്പൊ ഓടെ അവസ്ഥ എന്നാലും പോ. ഓക്കെ, എന്താന്ന് വെച്ചാൽ നമുക്ക് അവസരങ്ങൾ മീൻസ് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അല്ല പുള്ളി അത്യാവശ്യം നന്നായിട്ടൊക്കെ പുള്ളിയുടെ വീഡിയോസ് കണ്ടാ അറിയാം, അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ചെയ്തു. ഞാനത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാന് വിടാതെ പിടിച്ചു. അതെ ഭയങ്കര അടിപൊളിയായിട്ട് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റിയ ഫേസ് ആണ്. പല ക്യാരക്ടേഴ്സ് ചെയ്യാൻ എനിക്കത് ഫീൽ ചെയ്ത്, എനിക്ക് ആ ചാത്തൻ്റെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് ഞാനത് ഇങ്ങനെ ഓർത്ത് വെച്ചത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായ ആ ചിരി ഇരിച്ച് ഇപ്പം ശരിയാക്കി തരാം, ആ ഒരു മുഖത്ത് മിന്നിമായുന്ന ഭാവങ്ങളുണ്ടല്ലോ, കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇനിയും അടിപൊളിയായിട്ട് എല്ലാവരും എത്തട്ടെ. അപ്പം ഇത്രയും നേരം നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് ഇവരുടെ ഒരു ഗ്യാങ് തന്നെയാണ്. സോ ആരുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല. സോ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്.